ഹായ് ഗൈസ്. സോ നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന കാര്യമാണ് കച്ച്, കൊള്ളിക്കച്ച്, എന്തെന്നൊക്കെ കുറേ കച്ചുകളുണ്ട്. കച്ച് മീൻസ് ഒരു ബേസിക് സോസ് വെച്ചിട്ട് നമ്മുടെ ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഐ ജസ്റ്റ് ലവ്. കാരണം എനിക്ക് പാനിപൂരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ പാനിപൂരി കഴിക്കാൻ എനിക്ക് കൊതി തോന്നുമ്പോൾ ഞാനിപ്പോൾ അതുണ്ടാക്കി കഴിക്കും. ഇപ്പോൾ ഇന്നലെ എനിക്ക് ചിപ്സ് മേടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധിയാണ് ചിപ്സ് വെച്ച് കച്ചുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ബിക്കോസ് ഓൾറെഡി എനിക്ക് ആ കച്ച് സോസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ വിചാരിച്ചു നമുക്ക് ചിപ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സോ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ ഇവിടെ ചിപ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് സോസ് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റെസിപ്പി അറിയാത്തിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും പറയാം. എന്തൊക്കെയാ? പുളി, ഈത്തപ്പഴം, ഉപ്പ്, പഞ്ചസാര, മുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിക്ക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഗായ്സ്. നമ്മുടെ സ്വന്തം മല്ലിയില. ഇന്നും ഇതേ ഉള്ളൂ. പക്ഷേ മല്ലിയില നമ്മൾ ഇച്ചിരി പോലും ഇടാതെ ഇത് ഉണ്ടാക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മല്ലിയില ഇത് നല്ല രീതിക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ എൻ്റെ കൈ തന്നെയാണ് എടുക്കുന്നത്. റെഡി ഗായ്സ്, റെഡി റെഡി റെഡി. സീരിയസ്ലി പറയാലോ ഗൈസ്, എനിക്ക് കൊള്ളിക്കച്ചിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ചിപ്സ് ആണ്. ഈ പഴുത്ത കാവറ്റിലൊക്കെ, അതായത് പഴുത്ത പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചിപ്സ് ഇല്ലേ, കുറച്ച് കറുത്ത കളറിലൊക്കെ ഇരിക്കും. അതിഷ്ടമുള്ളവയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യില്ല ഗൈസ്. കാരണം ട്രിക്കഡൂളാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.